ശേഷം റൂമിൽ പോണതിന് മുമ്പും റൂമിൽ പോയതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ പ്രാർത്ഥന സഹായം ചോദിക്കാറുണ്ട്. ഇപ്പം എനിക്ക് അടുത്തായിട്ട് റൂമിൽ വന്നതിന് ശേഷം ഒരു ചേച്ചിയുടെ ഭർത്താവിന് മദ്യപാനം പുകവലി ഉണ്ടായിരുന്നു. അത് നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. പിന്നെ ചിലരൊക്കെ റോമിൽ പോയിട്ട് മാർപ്പാപ്പനെ അടുത്തൊക്കെ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ തൊടാറൊക്കെ ഉണ്ട്. മൂന്നാമത്തെ പ്രഗ്നൻസിയിൽ തുടക്കം മുതൽ ഡെലിവറിയുടെ ആ സമയം വരെ പൂർണ്ണമായിട്ടും സ്കാനിങ്ങിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എല്ലാം ഓക്കെ ആയിരുന്നു. ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി ആണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അന്ന് തൊട്ട് ഞാൻ എല്ലാ ഗർഭിണികൾക്കും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും. ഈ മോൾക്കും പ്രാർത്ഥിക്കും. ഞാൻ കുഞ്ഞിനെ ആരോഗ്യ ആയുസ്സുള്ളൊരു കുഞ്ഞായിട്ട് മോന് തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഏപ്രിൽ 7-ാം തീയതി രാവിലെ 8:30-ക്കായിരുന്നു എൻ്റെ ഓപ്പറേഷൻ സമയത്ത് എനിക്ക് ഈ ഡിസ്കിന് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ജനറൽ അനസ്തേഷ്യ തന്നിട്ടാണ് എനിക്ക് ഓപ്പറേഷൻ നടത്തിയിരുന്നത്. അതെൻ്റെ മുൻപത്തെ ഡെലിവറികൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ എന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവർ ഈ ഒബ്സർവ് ചെയ്യാനായിട്ട് സെമി ICUയിലേക്ക് മാറ്റിയ സമയത്ത് പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ കൊച്ചിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഓർമ്മ വരണത് ശരിക്കും കണ്ണു തുറന്ന് സംസാരിക്കാനൊരു ഇതിലേക്ക് ആവണത് ഞാൻ രാത്രിയിലാണ്. സിസേറിയൻ കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കൊണ്ടുവന്നപ്പോൾ സിസ്റ്റർ മുഖം കാണിച്ചു തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ICUയിലേക്ക് ഞങ്ങൾ മാറ്റണം, മകന് ഓക്സിജൻ അവൻ എടുക്കണില്ല, ലങ്സിന് എന്തോ പ്രോബ്ലം ഉള്ള മാതിരി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് സിസ്റ്റർ വേഗം ഓടുകയാണ് ചെയ്തത് കുട്ടിയും കൊണ്ട്, നേഴ്സ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സിസ്റ്ററിൻ്റെ പുറകെ ഓടി ചെന്നു. അപ്പോൾ സിസ്റ്റർ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ NICUയിലുണ്ടായിരുന്നത് ഡോക്ടർ ശ്രീനിവാസനായിരുന്നു. അദ്ദേഹം മകനെ നോക്കിയിട്ട് പറഞ്ഞു, ലങ്സിന് മാത്രമല്ല അവന് മോൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തൊരു സ്റ്റെപ്പ് ഇങ്ങനെ വേറെ ഉയർന്നു നിൽക്കുന്ന പോലെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കാണുമ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എക്കോ ഉടനെ ചെയ്യാം, നമുക്ക് ഹാർട്ടിന് എന്താ പ്രശ്നമുള്ള മാതിരി തോന്നുന്നുണ്ട് എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പരമാവധി ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയായിരുന്നു. നമ്മൾ കഴിയുന്നതും വേറെ എവിടെയെങ്കിലും വിടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആലോചിക്കാൻ, പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മളവരടുത്ത് പറഞ്ഞു, ഇതിനൊരു ഇംപെൻഡിങ് റെസ്പിറേറ്ററി ഫെയിലിയറാണ്, അപ്പം നമുക്ക് ബേബിക്ക് എന്തും സംഭവിക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും സങ്കടപ്പെട്ടു. ഇത്രയും തൂക്കുള്ള മോന് ഉള്ളിലിങ്ങനെ ഇത്രയും കേടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടുന്ന് രാത്രിക്ക് ആയപ്പോഴും നേഴ്സുമാർ പറഞ്ഞു കുറച്ച് മോശമാണ്, കുട്ടിയുടെ സമനില ഒക്കെ പറഞ്ഞു. മുൻപൊരിക്കൽ അട്ടപ്പാടി സഹീം ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവിടെ കൗൺസിലിംഗ് സമയത്ത് അന്ന് ഞങ്ങൾക്ക് ജസ്റ്റ് മാരേജ് കഴിഞ്ഞ സമയമാണ്, മക്കളുണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡിലേ വന്നപ്പോൾ ഞങ്ങൾ ധ്യാനത്തിന് ആരാധനയിൽ സംബന്ധിക്കുന്ന സമയത്ത് അവിടെ കൗൺസിലിങ്ങിൽ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്ക് കർത്താവ് 3 മക്കളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് 3 മക്കളെ കാണിച്ചു തന്ന 3ാമത്തെ മകനെ ഞങ്ങൾക്ക് ജസ്റ്റ് മുഖം കാട്ടിയെന്ന് എന്താ പറയുക, കൊതി തീരാത്ത ഒരു സാഹചര്യത്തിൽ കർത്താവ് തിരിച്ചു വിളിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടുപോയി. കുട്ടി ഇങ്ങനെ മരിക്കുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, എന്താ എൻ്റെ മോനെ ഇത്രയും ഇതിങ്ങനെ ചെയ്യാൻ കാരണം, ഇത്രയും വേദനിച്ച് കാത്തിരുന്നത് നഷ്ടപ്പെട്ടു പോവല്ലേ, ആ ഒരു ദുഃഖം അമ്മയ്ക്കുണ്ടായി. ഞാൻ ആലോചിച്ചത് ഫാദർ പോൾ അച്ചാണ്ടിയാണ് അന്ന് ഡയറക്ടർ അച്ഛൻ അമലയിലത്തെ. അപ്പോൾ അദ്ദേഹത്തെ വേഗം വിളിച്ചു, കാരണം മകന് മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ മകനെ ഒരു ക്രിസ്ത്യാനിയായിട്ട് തന്നെ മരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വീട്ടുമാമോയിസ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വേഗം അച്ഛനെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജോബിയോട് ഞാൻ പറഞ്ഞു, മോനെ അവൻ്റെ പേര് ഔസേപ്പിഞ്ഞാളുടെ പേരിട്ടോളൂ, ഉണ്ണീശോയാണ് ഔസേപ്പിഞ്ഞാളെ എത്ര അപകടങ്ങളിൽ നിന്നാണ് രക്ഷിച്ചത് എന്നവനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ മാമോദിസ കൊടുക്കണേൽ ജോസഫ് എന്ന് പേരിട്ടു. അച്ഛൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് അച്ഛനും അറിഞ്ഞിട്ടില്ല, പക്ഷെ രണ്ടും ഒരേ പേര് തന്നെയായിട്ട് വന്നു. എൻ്റെ മുന്നിൽ മാനുഷികമായിട്ടുള്ള ഒന്നിനും ഒരു വഴിയും എൻ്റെ മകനെ രക്ഷിക്കാൻ കഴിയില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. സ്വർഗം തുറന്ന് കർത്താവ് ഇറങ്ങി വരാതെ ICUയിലേക്ക് വരാതെ എൻ്റെ മകൻ രക്ഷപ്പെടില്ല എന്ന് ഞാൻ ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞ് അച്ഛൻ ഒക്കെ കഴിഞ്ഞ് മോൻ്റെ ഒരു ജോഷിയുടെ ഒരു ഇത് വന്ന് സുഖപ്പെട്ടുവിടും എന്ന് പറഞ്ഞ ഒരു ആശ്വാസവാക്ക്. അപ്പോൾ ഇവൻ ഇത് കരയാണ് ജോഷി ഇരുന്നിട്ട്, അവൻ്റെ അരുവത്ത് ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ പോയി. അവിടുന്ന് മണിക്കൂറുകളാവുമ്പോഴേക്കും
നേഴ്സ് ഒരു സിസ്റ്റർ ഒക്കെ വന്ന് പറഞ്ഞു തുടങ്ങി കുട്ടിയുടെ നില കുറച്ച് ഗുരുതരാവസ്ഥയായിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ കേട്ടവർ ആസ്പത്രിയിലേക്ക് വന്നു തുടങ്ങി. അവരൊക്കെയും മോനെ കൊണ്ടുപോരാനായിട്ട് കാത്തു നിൽക്കുക. അപ്പോഴാണ് ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഇവനും 3 ആളും കൂടി തലൂർക്ക് വരികയാണ്. അപ്പം ഞങ്ങൾ ആങ്ങളെ എല്ലാവരും കൂടി ആലോചിച്ചു മോനെ തലൂര് സംസ്ഥയിൽ വയ്ക്കാം. ഇടവക മാറിയിട്ടാണ് ഈ കൊച്ചിനെ അടക്കം ചെയ്യേണ്ടതായ കാര്യങ്ങളും മറ്റൊന്നും വരുന്നത്. അപ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് ചിന്തിക്കുകയും ഒപ്പം തന്നെ ഇനി ആ കൊച്ച് ജീവിച്ചിരിക്കില്ല എന്നുള്ള ആ ബോധ്യം ഉൾക്കൊള്ളാൻ ഒരുപാട് സമയം ഞങ്ങൾക്ക് എടുത്തു. വർഷങ്ങളായി ഞാൻ പുല്ലൂരുള്ള സെഹിയോൻ പ്രാർത്ഥന കൂട്ടായ്മയിലെ ഒരംഗമാണ്. അപ്പോൾ പ്രാർത്ഥന കൂട്ടായ്മയിൽ എല്ലാവരുമായിട്ട് നല്ല കണക്ഷനാണ്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഒരു സുഹൃത്തും ഒരു അകന്ന ബന്ധു കൂടിയായ ജോൺസൺ ആൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മകൻ വളരെ സീരിയസ് ആണ്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം മകന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചറിയിച്ചു. അതുപോലെ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ പ്രാർത്ഥന സഹായം, മധ്യസ്ഥ പ്രാർത്ഥന, ആരാധനാ കേന്ദ്രങ്ങളിലേക്കൊക്കെ വിളിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രസവം കഴിഞ്ഞ സമയത്ത് ജോഷി വിളിച്ചിരുന്നു. കൊച്ചിന് വളരെ ബുദ്ധിമുട്ടാണ്, കൊച്ചിന് പിറ്റേ ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്കും വേറെ 1-2 പ്രാർത്ഥന കൂട്ടായ്മയിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു. ശരിക്കും അത്ഭുതങ്ങളുടെ തുടക്കം ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ അമ്മ മകനെ കാണാനായിട്ട് ICUലേക്ക് വരികയാണ്. വരുമ്പോൾ ICUൻ്റെ മുന്നിലേക്ക് വരും. അപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ ICUൻ്റെ പുറത്ത് ഗ്ലാസ്സിൽ കൂടെ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും ദുഃഖത്തോടെ നിൽക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് അനിയൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ അമ്മ ആകെ വിഷമത്തോടെ നിന്നുകൊണ്ട് അമ്മ അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് കരയാണ്. മകനെ കാണിച്ചു തന്നു, മുഖം കാണിച്ചു തന്നു. അങ്ങനെ മകനെ തിരിച്ചെടുക്കുന്നൊരു സാഹചര്യം, വല്ലാത്തൊരു ഫീലിംഗാണ് അമ്മയ്ക്ക്. അങ്ങനെ അപ്പോൾ അമ്മയ്ക്ക് വലിയൊരു ചിന്ത പരിശുദ്ധ അമ്മ കൊടുക്കുകയാണ്. അമ്മേരെ കാക്ക ഇങ്ങനെ തല അങ്ങനെ കുൺമുട്ട് വെച്ച് ഞാൻ അങ്ങനെ അമ്മേനെ കാലുമ്മ ഇങ്ങനെ മുട്ടിച്ചിട്ട് ഞാൻ പറയുന്നു, അമ്മേ ഇത്രയും വലിയ ഒരു ദുഃഖം എൻ്റെ മോന് നീ കൊടുത്തില്ലേ, മോനെ കൊണ്ടുവരാറായില്ല അമ്മേ എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ കരയാണ്. ഈ കരയുന്ന സമയത്താണ് അമ്മേരെ കാക്കെന്ന് ഞാൻ തല്ലിയെടുത്തിട്ടില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വളരെ മൃദുവായൊരു സ്വരത്തിൽ അമ്മയുടെ തിരുശേഷിപ്പ് കൊണ്ടുപോയി കുഞ്ഞിനെ തൊടിയിക്ക് അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. മറിയം ത്രേസ്യ അമ്മയുടെ തിരുശേഷിപ്പ് കൊണ്ടുപോയി വെച്ചാൽ ഈ കൊച്ച് രക്ഷപ്പെടും എന്നുള്ള ഒരു ഉൾവിളി അമ്മ പറഞ്ഞപ്പോൾ മുഴുവൻ എനിക്കത് അപ്പോൾ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എന്നാലും അമ്മയുടെ വാക്കല്ലേ എന്ന് വിചാരിച്ച് അമ്മ പറഞ്ഞതനുസരിച്ച് ഞാനും അമ്മയും കൂടി എത്രയും വേഗം അമല ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഉണ്ടായത്. ഒരു സിസ്റ്റർ അവിടെ ICUയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇത് അമ്മയുടെ തിരുശേഷിപ്പാണ്, മോനെ ഒന്ന് തൊടിയിച്ചിട്ട് തലോണേരെ ചോട്ടിൽ വെക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊന്ന് പുഞ്ചിരിച്ച് സിസ്റ്റർ മേടിച്ചു. സിസ്റ്റർ വിചാരിക്കുന്നത് മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞല്ലേ, പ്രായമായ ഒരു അമ്മയല്ലേ, അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ ആ സിസ്റ്റർ അങ്ങനെ തന്നെ മേടിച്ച് അവിടെ കൊണ്ടുപോയി കുട്ടീനെ തൊടിയിച്ച് കുട്ടീനെ തലവണയുടെ ചേട്ടിൽ വെച്ചു. എന്നാൽ രാത്രിയിൽ മുഴുവൻ എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകി. പിറ്റേന്ന് രാവിലെ ഡോക്ടർ ശ്രീനിവാസൻ വരുമ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്നത് മകൻ മരിച്ചിട്ടുണ്ടാവും എന്നാണ്. കാരണം സാറ് അന്ന് പോകുമ്പോൾ മകൻ്റെ സ്റ്റേജ് അത്രയും ക്രിട്ടിക്കലായിരുന്നു. പക്ഷേ രാവിലെ വന്നപ്പോൾ സാറ് ഡ്യൂട്ടിയിൽ നോക്കിയപ്പോൾ മകൻ ഓക്സിജൻ എടുത്തു തുടങ്ങിയിരിക്കുന്നതായിട്ട് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ളതായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പോൾ ആൾ വേഗം എന്താണ് സംഭവം നോക്കിയപ്പോൾ ഒരു സിസ്റ്റർ ആളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, എന്താണ് എനിക്ക് മനസ്സിലായ ആൾ എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ വേഗം പുറത്തേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ ആ പൂജ്യവസ്തു വെച്ചതിന് ശേഷമാണല്ലോ ഇതിന് വ്യത്യാസം വന്നിട്ടുള്ളത്, എന്താണ് സംഭവം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, മറ്റുള്ള കുട്ടികളുടെ അടുത്തും വയ്ക്കാമായിരുന്നു, വലിയൊരു സംഭവമാണ് അത് നടന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ആൾ അപ്പോഴാണ് എനിക്കത് വ്യക്തമായിട്ടൊരു മിറാക്കിൾ അവിടെ നടന്നു കഴിഞ്ഞു എന്ന് ആദ്യത്തെ ചിന്ത അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ ബേബി പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാണുമ്പം ആ ബേബിയുടെ ശ്വാസം മുട്ടലും അതേമാതിരി ഓക്സിജൻ എടുക്കാനൊക്കെ പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സാധാരണ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഒരു മിറാക്കിളേ സംഭവിക്കുള്ളൂ. അതേമാതിരി തന്നെ സാധാരണ ഇങ്ങനത്തെ ബേബികൾ അഥവാ രക്ഷപ്പെടാനിൽ തന്നെ ഒരു ആഴ്ചകളോളം മെല്ലെ കുറഞ്ഞിട്ടേ രക്ഷപ്പെടുള്ളൂ. പണ്ട് തൊട്ടേ അമ്മയുടെ
ഈ നൊവേന ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയൊരു വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ചെല്ലുന്നിരുന്നത്. അമ്മയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങൾക്ക് പലതും ഇതിനു മുൻപ് ചെറുതുമായിട്ടുള്ള പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് അമ്മയുടെ വലിയ മാധ്യസ്ഥം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല ബോധ്യം അമ്മയോട് ഉണ്ടായിരുന്നു. അതാണ് പ്രത്യേകിച്ച് അങ്ങനെ ഈ ഒരു തിരുശേഷിപ്പ്. പിന്നെ അത് തന്നെയല്ല, പരിശുദ്ധ അമ്മയുടെ ഒരു മാർഗനിർദ്ദേശം കൂടി ഇതിലുണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ അവർ മാതാവിൻ്റെ ഭക്തരാണെന്നും ഈ വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയാണത് അറിയുന്നത്. അപ്പം ഈ കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥം വഴിയായി ഏറെ അനുഗ്രഹങ്ങളാണ് വിശ്വാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ അതിന് സാക്ഷ്യമായി തീർന്ന അത്ഭുതം നടന്നിരിക്കുന്നത് ഈ ഇടവകയിലുള്ള ചൂണ്ടൽ ജോഷിയുടെയും ഷിബിയുടെയും മകനായ ക്രിസ്റ്റോഫറിനാണ്. ജനിച്ചതി നിമിഷങ്ങൾക്കുള്ളിൽ മാരകമായ വിധത്തിൽ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അമ്മയുടെ തിരിശേഷിപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായിരിക്കുന്ന രോഗസൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ് ഈ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുണ്ടായ ഏറ്റവും അവസാനത്തെ അത്ഭുത സാക്ഷ്യം. മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നെന്ന് ഞങ്ങൾ തിരിച്ചറിയണത്. കാരണം മറിയം ത്രേസ്യാമ്മയുടെ തിരുശേഷിപ്പ് കൊണ്ടുവച്ച് മോൻ സുഖപ്പെട്ടു, മോന് രോഗശാന്തി ലഭിച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ അതിനു മുൻപ് തന്നെ മറിയം ത്രേസ്യാമ്മ വിശുദ്ധയാവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലെ ഒരു ഭാഗമായിരുന്നു അത്. എങ്കിലും ഇത് അതിനു വേണ്ടിയുള്ള ഒരു പദ്ധതി ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് 3 വർഷത്തിന് ശേഷമാണ്. മകനിപ്പോൾ 10 വയസ്സ് കഴിഞ്ഞു. മകന് നന്നായി ഓടിച്ചാടി കളിക്കുന്നു. അവൻ പെരിഞ്ചേരി ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ആൾട്ടർ ബോയ് ആണ്. നന്നായി പഠിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ സ്മാർട്ടാണ് ആൾ. നന്നായി കഴിവുകളുണ്ട്. ഒരു തരത്തിലും അവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലായിരുന്നു. ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിച്ച വലിയൊരു അത്ഭുതമാണ് മറിയം ത്രേസ്യാമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഇവിടെ നടന്നത്. അവനെക്കുറിച്ച് നമ്മളെല്ലാവരെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. എങ്കിലും മോനെക്കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ കുടുംബം സഹിതം എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ദൈവഹിതം അനുസരിച്ച് അവനെ വളർത്തി കൊണ്ടുവരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്നാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അവൻ മരിച്ചവനെ പോലെയായിരുന്നു. ശരിക്കും ഞാൻ മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ കർത്താവ് സ്വർഗം തുറന്ന് വന്ന് എൻ്റെ മകന് അത്ഭുതകരമായ സൗഖ്യം നൽകി. ആ അത്ഭുതകരമായ സൗഖ്യം വിശുദ്ധ മറിയം ത്രേസ്യാമ്മയെ, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മയെ വിശുദ്ധയാക്കാനുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് ഇപ്പോൾ. കാരണം ഞങ്ങൾക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല. കാരണം കോടിക്കണക്കിന് കുടുംബങ്ങളിലൂടെ നിന്നാണ് എൻ്റെ ഭവനത്തെ ഈ ഒരു വലിയ അത്ഭുതത്തിന് വേണ്ടി സർവേശ്വരനായി ദൈവം തിരഞ്ഞെടുത്തത്. വീട്ടിൽ ഇത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ അനുജത്തി പുഷ്പയാണ് എനിക്ക് അമ്മയുടെ ഒരു ജീവചരിത്ര പുസ്തകവും ഒരു തിരുശേഷിപ്പും കൂടി കൊണ്ടുവന്ന് മോളെന്നോട് പറഞ്ഞു, ചേച്ചി അമ്മ കുടുംബങ്ങൾക്ക് വേണ്ടി അത്ര ഓടി നടക്കുന്ന അമ്മയാണ്. ചേച്ചി മറിയം ത്രേസ്യാമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിക്കും. ദിവസവും അമ്മയുടെ ആ തിരുശേഷിപ്പിൻ്റെ മുമ്പിൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എന്നും നവനാൾ ജപം ചേച്ചി എത്തിച്ച് അമ്മയുടെ വിശുദ്ധ നാമകരണത്തിന് വേണ്ടി ചേച്ചിയുടെ നിയോഗത്തിന് വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ ജീവിതചരിത്രം മുഴുവൻ ചേച്ചിരുന്ന് വായിക്കേ. അപ്പോൾ സഹനത്തിൻ്റെ മൂല്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമോ ചേച്ചി, ഇതൊക്കെ പറഞ്ഞു അക്ഷരം പ്രതി ഞാനത് കേട്ടു. അങ്ങനെ ഞാൻ അമ്മയുടെ പുസ്തകം വായിച്ചു തുടങ്ങി. പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ വിശ്വാസം വർദ്ധിച്ചത്. 3 വയസ്സ് വരെ മകൻ സംസാരിച്ചിരുന്നില്ല ചെറുപ്പത്തിൽ. അപ്പോൾ 3 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിക്കാതായപ്പോൾ ഒരു ഡോക്ടറെ കാണാം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു സമയമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് മറിയം ത്രേസ്യാമ്മയുടെ അടുത്ത് തന്നെ പോകാം. മറിയം ത്രേസ്യാമ്മ ഇത് തന്ന മകനാണ് നമുക്ക് അവന്. അപ്പോൾ നമുക്ക് അമ്മയുടെ അടുത്ത് പോയിട്ട് നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ദിവസം മോർണിംഗ് കൊണ്ട് കബറടത്തിൽ പോയി. അവിടെ കബറടത്തിൽ
തല വെച്ച് പ്രാർത്ഥിച്ച് വൈകാതെ തന്നെ അത് മകൻ സംസാരിക്കാൻ തുടങ്ങിയത് മാത്രമല്ല അവന് കാലിന് ചെറിയൊരു ബെൻഡ്, ഒരു കർവ് പോലെ ഉണ്ടായിരുന്നു. അതും തന്നെ അത് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല ആ കർവ് ഇങ്ങനെ നീർന്നു വരുന്നത്. അവൻ നടക്കുമ്പോൾ ശരിക്കും എടുത്ത് കാണിച്ചിരുന്നു. അവനങ്ങനെ ഒരു കർവായിട്ടാണ് നടക്കുമ്പോൾ നമുക്ക് തോന്നിയിരുന്നു, 2 കാലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ മുട്ടിൻ്റെ അവിടെ. അതും അതിൻ്റെ ആ സമയത്ത് തന്നെ അമ്മ മാറ്റി തന്നിട്ടുണ്ട്. മറിയം ത്രേസ്യമ്മ വിശുദ്ധയായി പ്രഖ്യാപിച്ച ആ ദിവസത്തെ പറ്റി പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ലോകത്തിലെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല മാർപ്പാപ്പയുടെ ഒരു ബ്ലെസ്സിങ്. എൻ്റെ മോനെ മാർപ്പാപ്പ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്ന ഒരു കാഴ്ച കാണണം എന്ന് എനിക്ക് ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് ഈശോ നേടിത്തന്നു. മാർപ്പാപ്പയെ ഒരു തരത്തിലും തൊടാനോ കൈമുത്താനോ ഒന്നും പാടില്ല വിശുദ്ധ കുർബാന സമയമായതുകൊണ്ട് എന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ പിതാവിൻ്റെ അടുത്ത് ഞാനും മകനും ഞങ്ങളുടെ ആ ഗ്രൂപ്പ് എത്തിയപ്പോൾ പിതാവ് ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ പ്രത്യേകമായൊരു മാനസികാവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തെ കൈ തൊട്ട് മുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയൊരു മഹാഭാഗ്യമായിട്ടാണ്. കാരണം തലേദിവസം റിവേഴ്സിൽ പറഞ്ഞിരുന്നു തൊട്ടുമുത്തരുന്നത്, എന്നാലും എനിക്കത് തൊട്ടുമുത്താനായിട്ട് ഞാനൊരു വിശുദ്ധനെ ജീവനോടെ തൊട്ടുമുത്തിയ ഒരു അവസ്ഥയിലാണ്, മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. മാർപ്പാപ്പനെ കാണേണ്ട കാഴ്ച സമർപ്പണം കൊടുക്കേണ്ട സമയമായപ്പോൾ ഞങ്ങൾ എഴുന്നിട്ട് കാഴ്ച സമർപ്പണത്തിൽ കൊടുക്കാനായി പോയി. കാഴ്ച സമർപ്പണം കൊടുത്ത് മാർപ്പാപ്പ എന്നെ നെറ്റിയിൽ കുരിശ് വരച്ച് ബ്ലസ് ചെയ്ത് തന്നു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായ കാഴ്ച സമർപ്പണം വെഞ്ചരിച്ചും തന്നു. മാർപ്പാപ്പനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. മാർപ്പാപ്പനെ ഇത്ര അടുത്തായിട്ട് എനിക്ക് കാണാൻ പറ്റിയല്ലോ, ഞാൻ അദ്ദേഹത്തിന് എങ്ങനെ നന്ദി പറയാ എന്നൊക്കെ എനിക്ക് ആ സമയത്ത് ചിന്തകൾ വന്നു. ഒരു ആത്മാവിനെ സംബന്ധിച്ച് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. അത് തന്നെയല്ല, 100 ചില്ലാനം കോടി ദൈവമക്കളുടെ അനിഷേധ്യ നേതാവായി ജീവിക്കുന്ന അതേസമയം എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ ഞാനൊരു വിശുദ്ധനായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ആ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തിന് ഒരു ബ്ലെസ്സിങ് വാങ്ങാനും കഴിയുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു ആത്മാവിനെ സംബന്ധിച്ച്. അങ്ങനെ വലിയൊരു മഹത്വത്തിനുള്ള ഒരു അവസ്ഥയിലേക്ക് എൻ്റെ കുടുംബത്തെ ഞങ്ങളെയൊക്കെ കർത്താവ് വിളിച്ചുയർത്തി. Chapter 4 The City Side. Dear little swallow, said the plane, fly over my city, tell me what you see there. The swallow. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇത്രയും വലിയൊരു പദ്ധതിക്കുള്ള ഉപകരണങ്ങളാകാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചു എന്നുള്ളതിൽ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. അർഹതയില്ലാത്ത ഒരു അനുഗ്രഹം തന്ന് ഞങ്ങളെ ശരിക്കും ഉയർത്തി പിടിച്ചിരിക്കുകയാണ് ഇന്ന് ദൈവം ലോകത്തിൻ്റെ മുൻപിൽ. എവിടെ ചെന്നാലും ഈ ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ ഞങ്ങളെ ഒത്തിരി ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. എവിടെ ചെന്നാലും എന്താ പറയുക, വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ദൈവികമായ ശുശ്രൂഷയിലായാലും അതുപോലെ തന്നെ അവൻ വീട്ടിലായാലും എല്ലാവരോടും മാതാപിതാക്കളോടും ഞങ്ങളോടും ഒക്കെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ഒരുമിച്ച് ഞങ്ങളെല്ലാവരും വളരെ അധികം സന്തോഷിക്കുന്നുണ്ട് ഈ വേളയിൽ. അതിന് ഞങ്ങൾ ഒരുപാട് ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ പഠിക്കുന്ന സ്കൂള് എൻ്റെ പേര് AUPS പെരിഞ്ചേരി എന്നാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ക്ലാസ് ടീച്ചറുടെ പേര് ഷീബ ടീച്ചറാണ്. ഷീബ ടീച്ചറിനെ എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുകാർ ആദി, എഡ്വിൻ, അശ്വിൻ ഇവരൊക്കെ എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം മാത്സ് ആണ്. മാത്സ് പഠിപ്പിക്കുന്നത് ഷൈലജ ടീച്ചറാണ്. ഡ്രില്ലിൽ പുള്ളി ഞങ്ങൾ കളിക്കാറ് ഫുട്ബോളാണ്. എനിക്ക് ഫുട്ബോള് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫുട്ബോൾ കളിക്കുന്നത്. അവനെ മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ അവനെ ഈശോയ്ക്ക് ഞാൻ മനസ്സുകൊണ്ട് സമർപ്പിച്ചതാണ്. ഓരോ കുർബാനയിൽ ഞാൻ പങ്കുകൊള്ളുമ്പോഴും കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് അവനെ ഞാൻ അവിടെ ഒരു ആൾത്താരയിൽ ഒരു വൈദികനായിട്ട് എൻ്റെ മനസ്സുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ ഓരോ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുന്നത്. മിക്ക ദിവസം ഞാൻ കുർബാനയ്ക്ക് കയറുമ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ
പല്ലേച്ച് കുളിച്ച് വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഇട്ട് ഞങ്ങൾക്ക് തിരുടുപ്പുണ്ട്. തിരുപ്പട്ടം പിടിച്ച് സൈക്കിളുമേയാണ് ഞാൻ ചവിട്ടി പോവാറ്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് മുമ്പ് തന്നെ ഞാനവിടെ എത്താറുണ്ട്. കുർബാനയ്ക്ക് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് മാറുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി ഡ്രസ്സ് മാറി പിന്നെ നേരെ സംഗീതത്തിലേക്ക് പോകും. ക്രിസ്റ്റഫറ് ഇവിടെ എൻ്റെ മുന്നിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴും ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഈശോയെ നിൻ്റെ ദാനമായിട്ട് എന്നെ തിരിച്ചു തന്നതല്ലേ ഈ മോനെ. എൻ്റെ മോൻ നിന്നെ എടുക്കുന്ന ഒരു വൈദികനായിട്ട്, ഒരു നല്ല വിശുദ്ധിയുള്ള വൈദികനായിട്ട് മോനെ ഒരുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കും അവന് വേണ്ടിയിട്ട്. അമ്മ മോൻ ഒരു കുർബാന ചെല്ലണതൊന്നും അമ്മ കാണാനുണ്ടായില്ലെങ്കിലും സ്വർഗത്തിലിരുന്ന് ഈശോ എനിക്ക് കാണിച്ചു തരും. ഇതൊക്കെ ഞാൻ മനസ്സിലൂടെ ഇങ്ങനെ പോവാറുണ്ട്. കർത്താവായ ദൈവം തൻ്റെ മകന് ജനിക്കാനായിട്ട് ഇടം കണ്ടെത്തിയത് സാധാരണക്കാരിയായ പരിശുദ്ധ കന്യാമറിയത്തെയാണ്. അതോടൊപ്പം തന്നെ തച്ചൻ്റെ മകനാണ് യേശു. സാധാരണക്കാരായ രണ്ട് വ്യക്തികൾ, ഒരിക്കലും സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ളവരല്ല അവർ രണ്ടുപേരും. എന്നിട്ട് കൂടി പിതാവായ ദൈവം ആ രണ്ട് വ്യക്തികളെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിട്ടുള്ളത് തൻ്റെ മകൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട്. ഞാൻ സാധാരണക്കാരനായ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു കുടുംബനാഥനാണ്. എൻ്റെ കുടുംബത്തിൽ കർത്താവായ ദൈവം വിശുദ്ധ മറിയം ത്രേസ്യാമ്മയെ വിശുദ്ധിയാക്കാനുള്ള ആ ഏറ്റവും അവസാനത്തെ ഏറ്റവും വ്യക്തമായുള്ള അത്ഭുതത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഭവനത്തെ തിരഞ്ഞെടുത്തേക്കാണ്. ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, ദൈവം മറിയം ത്രേസ്യയുടെ വലിയ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് തിരിച്ചു നൽകി. ഈ വലിയ അത്ഭുതത്തിന് ഞങ്ങളുടെ എളിയ ജീവിതത്തെ ദൈവം തിരഞ്ഞെടുത്തത് ഓർക്കുമ്പോൾ ഞങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ തലകുനിച്ചു പോവുകയാണ്.